നമ്മുടെ SSC അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ SSC GD കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പുതിയൊരു നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് നമ്മുടെ സിറ്റി ഇപ്പോൾ ലൈവായിട്ടുണ്ട്, അതെങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ SSC GD കോൺസ്റ്റബിൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് കൂടാതെ പ്രത്യേകം പറയാനുള്ള കാര്യം എപ്പോൾ അഡ്മിറ്റ് കാർഡ് കിട്ടും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ വീക്കായിരുന്നു, വീക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇവിടെ കയറി നോക്കുകയാണെങ്കിൽ അവർക്ക് ഡേറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ GD കോൺസ്റ്റബിളിൻ്റെ 10 ദിവസത്തെ സ്റ്റഡി പ്രാക്ടീസ് സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ഇതിന് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇതിൽ 1000 ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഇൻക്ലൂഡ് കറണ്ട് അഫയേഴ്സും കൂടി ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുകൂടാതെ ഓരോരോ 3 ദിവസം കൂടുമ്പോഴും ഗൂഗിൾ ഷീറ്റ് അനലൈസ്, സെൽഫ് അനലൈസും നടക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് അവിടെ ഒരു മോക്ക് പോലെ അതെടുക്കാനായിട്ട് സാധിക്കും. കുറച്ചധികം 240ഓളം ചോദ്യങ്ങൾ ഉണ്ടാകും ടോട്ടൽ ഈ 3 വരുമ്പോൾ. അപ്പോൾ 1240 അടുത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ വരുന്നതായിരിക്കും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എക്സാമിനെ കുറച്ചുകൂടി എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാനും എക്സാമിൽ കൂടുതൽ മാർക്ക് വാങ്ങാനായിട്ടും ഇതൊക്കെ സഹായിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങളും കൂടി സഹായിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലേക്കും കൂടി കടക്കാം. സോ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ SSCൻ്റെ വെബ്സൈറ്റിലാണ് വരേണ്ടത്. ഇവിടെ നമുക്ക് ലോഗിനോ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരായിരിക്കും, അതുകൊണ്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും രജിസ്റ്റർ എന്നുള്ളത് ലോഗിൻ എന്നുള്ള ഈ പേജ് എടുക്കാം. എന്നിട്ട് അതിനുശേഷം യൂസർ ID, പാസ്വേഡ്, പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷൻ എന്താണോ അത് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റഡി സെക്ഷന് ജോയിൻ ആകാനായിട്ടുള്ള ലിങ്കും താഴെ നൽകിയിട്ടുണ്ട്. സോ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ ഫേസ് 30 നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അതായത് ഇതിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പറയുന്ന കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഇപ്പോൾ എക്സാം ഡേറ്റ് കിട്ടിയിട്ടുള്ളത് 4-ാം തീയതിയാണെന്ന് ഒരു എക്സാമ്പിളിന് വിചാരിക്കാം. 4-ാം തീയതി, ആ 4-ാം തീയതിക്ക് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, 2 ദിവസം തന്നെ കൂട്ടാം. അതായത് 3-ാം തീയതിയോ അല്ലെങ്കിൽ നമുക്ക് 2-ാം തീയതി, ആ ഒരു ഡേറ്റിന് അടുത്തൊക്കെയാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 4-ാം തീയതി ആണെങ്കിൽ 2-ാം തീയതി ഏകദേശം 2-ാം തീയതി ഒരു ഈവനിങ്ങോട് കൂടിയെങ്കിലും നമുക്ക് അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവുന്നതായിരിക്കും. അങ്ങനെ ലഭിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. SSC GD കോൺസ്റ്റബിൾ 2026 സെലക്ട് ചെയ്യുക. ഇയർ സെലക്ട് ചെയ്യുക. 2026 കൊടുക്കേണ്ടത്, 25 അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, അത് ചെക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിൽ ചെക്ക് സ്റ്റാറ്റസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതായത് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഉദ്യോഗാർത്ഥിൻ്റെ പേരുണ്ടാവും, ഫാദറിൻ്റെ നെയിം ഉണ്ടാവും, രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും, ഡേറ്റ്, ഏത് ഡേറ്റിലാണ് കിട്ടിയിട്ടുള്ളത്, ഏത് സിറ്റിയിലാണ്, എവിടെ വെച്ചാണ് പരീക്ഷ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഈ രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ചെക്ക് ചെയ്തതിന് ശേഷം ഏത് ഡേറ്റിലാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ഇപ്പോൾ 4-ാം തീയതി ആണെങ്കിൽ 4-ാം മാസം 4-ാം തീയതി ആണെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡ് വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി 27-ാം തീയതി, ഈ മാസം 27-നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിന് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡ് വരത്തുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. സോ സ്റ്റഡി പ്രാക്ടീസ് സെക്ഷന് ജോയിൻ ആകാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കേണ്ട.